പി വി അൻവറിന് പിന്തുണയുമായി വീണ്ടും കെ ടി ജലീൽ MLA. പി വി അൻവർ പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ എന്ന് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാകില്ലെന്നും കെ ടി ജലീൽ പറയുന്നു. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, കഴിഞ്ഞ ദിവസവും അദ്ദേഹം പിന്തുണയുമായി എത്തിയിരുന്നു. താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ല, അഴിമതിക്കെതിരായ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്താണ്? ഇതിൽ ഈ അഴിമതിക്കാരായ അല്ലെങ്കിൽ ആരോപണ വിധേയരായ പോലീസ് പ്രമുഖനൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാൽ മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായ നിലപാടെടുക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു? അനുജ, പ്രധാനമായും പി വി അൻവർ MLAക്ക് കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് പ്രമുഖന്മാരെ തലസ്ഥാനത്ത് നിന്ന് തൂത്തെറിയപ്പെടുമെന്നാണ് പറയുന്നത്. പ്രമുഖർ എന്നല്ല, പ്രമുഖന്മാർ. അതായത് ഈ സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ട തലസ്ഥാനത്ത് തുടരുന്ന പോലീസുകാരെയാണ് കെ ടി ജലീൽ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ തൂത്തെറിയപ്പെടുമെന്നും കെ ടി ജലീൽ വ്യക്തമാക്കുന്നു. പി വി അൻവർ പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ എന്നുമാണ് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ചാവേറുകളാകാൻ ശ്രമിക്കുന്നവരെ ആകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാകില്ലെന്നും കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നു. വഞ്ചകരും അഴിമതിക്കാരുമായ IPS ഓഫീസർമാർ കുടുങ്ങുമെന്നും ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ പുറത്ത് കാണിക്കുമെന്നുള്ളതുമാണ് കെ ടി ജലീൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തികഞ്ഞ പ്രതീക്ഷയുണ്ടെന്നും മുഖ്യമന്ത്രി ഇത്തരക്കാർക്കെതിരെ ഒരു ദയയും കാണിക്കില്ലെന്നും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും പി വി അൻവറിന് പിന്തുണയുമായി എത്തിയ ശേഷം കെ ടി ജലീൽ സമാനമായ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. ശരി, കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ പി വി അൻവറിന് പിന്തുണ.